Hi, hello, welcome to Gossip Girls. Let's spill some hot tea. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയെയും അവരുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സിനെയും പറ്റിയാണ്. ദിയ കൃഷ്ണ ഏവർക്കും പരിചിതമായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഓബയോസി എന്ന ബ്രാൻഡ് ഓണറുമാണ്. ഇവരെ അറിയാത്തവരായ മലയാളി ഓഡിയൻസ് കുറവായിരിക്കാം. കാരണം ആക്ടർ കൃഷ്ണകുമാറിന്റെ ഫാമിലി എന്നതിലുപരി ഒരു യൂട്യൂബ് കുടുംബം എന്ന നിലയിലാണ് മലയാളികൾക്ക് ഇവരെ ഏറെ പരിചയം. ഒരു കോണ്ടന്റ് തന്നെ 6 ചാനൽസിലൂടെ വ്യത്യസ്ത ആംഗിളിൽ എങ്ങനെ കാണിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ ഫാമിലി. ഇനി ദിയ കൃഷ്ണയുടെ കാര്യം പറയുകയാണെങ്കിൽ പല കോൺട്രവേഴ്സികളിലും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻവോൾവ് ആയിരുന്നു. റീസെന്റായി ഇവർക്കും ഇവരുടെ ബ്രാൻഡിനും എതിരെ വന്ന പല ഇഷ്യൂസും നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയ വിഷയത്തെ പറ്റിയാണ്. സംഭവിച്ചത് എന്താണെന്നാൽ ദിയ കൃഷ്ണ ഈയിടെ ഒരാളെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് ഒരു ഇൻസ്റ്റാ പോസ്റ്റിൽ കമന്റ് ഇടുകയുണ്ടായി. മറ്റാരെയുമല്ല, സീക്രട്ട് ഏജന്റ്, ദാറ്റ് ഈസ് സായി കൃഷ്ണ. സായി തന്റെ വൈഫിനെ കിസ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ സായിയെ കുള്ളൻ എന്ന് വിളിച്ച് കളിയാക്കുന്ന ഒരു കമന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ലാഫിംഗ് ഇമോജി ഇട്ടുകൊണ്ടാണ് ദിയ സീക്രട്ട് ഏജന്റിനെ ഹൈഡ് ഷെയിം ചെയ്തത്. ഇത് മാത്രമല്ല, സീക്രട്ട് ഏജന്റിനെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്ന പോലെ അയാൾക്കെതിരെ വരുന്ന പല വീഡിയോസിലും ദിയ ഇത്തരം കമന്റ്സ് ചെയ്യുന്നുണ്ട്. ഇതിനു പുറമെ ഈയിടെ ബിഗ് ബോസ് ഫെയിം സിജോയുടെ മാരേജ് ഫംഗ്ഷനെ പറ്റിയുള്ള ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ ആ വീഡിയോ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്തുകൊണ്ട് ദിയ റിയാക്ട് ചെയ്തിരുന്നു. ദിയയുടെ സ്റ്റോറി ഇങ്ങനെയാണ്: ഇവർ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആരെങ്കിലും ഞങ്ങളുടെ സ്പെഷ്യൽ ഡേയിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്താൽ അയാൾ ജീവനോടെ കാണില്ല. ദിയ പറയുന്ന ഈ വീഡിയോയിൽ സിജോ, ശോഭ, നോറ, നാദിറ ഇങ്ങനെയുള്ള ബിഗ് ബോസിലൂടെ മലയാളികളിൽ ഏറെ ആളുകൾക്ക് അറിയാവുന്ന ഫേസസ് ആണ് ഉള്ളത്. അവരെ ദിയ അറിയില്ല എന്ന് പറയുന്നതിൽ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല. എല്ലാവരും ബിഗ് ബോസ് കാണണമെന്നില്ലല്ലോ. അതുപോലെ നോറ ആ വീഡിയോയിൽ സിജയുടെ ഫേസിൽ കേക്ക് തേക്കുന്നത് പലർക്കും നോർമലായി തോന്നാം. എങ്കിലും ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. അത് അയാളുടെ സ്പെഷ്യൽ ഡേ ആണ്, വൺസ് ഇൻ എ ലൈഫ് ടൈം മൊമെന്റ് ആണ്. ആ ടൈമിൽ നോറ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെയും ഒപ്പീനിയൻ. നോറയെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അത് സിജോ ഓക്കെ ആയിരുന്നു, ഫ്രണ്ട്സിനിടയിൽ ഹാപ്പി മൊമെന്റ്സ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു മാരേജ് ഫംഗ്ഷന് ആ ബിഹേവിയർ ഒട്ടും അപ്രോപ്രിയേറ്റ് ആയി തോന്നിയില്ല. നൗ കമ്മിങ് ബാക്ക് ടു ദിയ. സോ നോറയുടെ ബിഹേവിയറിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ദിയ കൃഷ്ണ ഇട്ട സ്റ്റോറിയിൽ അവർ എത്രത്തോളം പ്രൊട്ടക്റ്റീവ് ആണ് തൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് എന്ന കാര്യം എവിഡൻ്റ് ആണ്. ഇവിടെയാണ് ദിയ കൃഷ്ണയുടെ ഡബിൾ സ്റ്റാൻഡേർഡ്സും ഹിപ്പോക്രസിയും എല്ലാം എവിഡൻ്റ് ആകുന്നത്. മറ്റൊരാളുടെ ഹസ്ബൻഡിനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പബ്ലിക്കായി ബോഡി ഷെയിം ചെയ്യുന്നതും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇസ് ഫൈൻ. ബട്ട് തൻ്റെ ഹസ്ബൻഡിനെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുന്ന സിനാരിയോ വന്നാൽ അവരെ എൻഡ് ചെയ്യാൻ മടിക്കില്ല എന്നതാണ് ദിയയുടെ സ്റ്റാൻസ്. ഇവിടെ അങ്ങനെ ഒരു സിനാരിയോ നടന്നിട്ട് പോലുമില്ല. എന്നിട്ടും ഇത്രയും എക്സ്ട്രീം ആയിട്ട് റിയാക്ട് ചെയ്യും, അങ്ങനെയാണ് വേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ദിയ എന്തുകൊണ്ട് അതർ സൈഡിലുള്ള സായിയെയും അയാളുടെ വൈഫിൻ്റെയും ഇമോഷൻസും കൺസിഡർ ചെയ്യുന്നില്ല എന്നത് ഹിപ്പോക്രസി. ഈ കമന്റിനോട് റിയാക്ട് ചെയ്ത് വളരെ രസകരമായ ഒരു മറുപടി സീക്രട്ട് ഏജന്റ് തന്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു. അതിന് റിവഞ്ച് എന്നോണം ഈ ഒരു കോൺട്രവേഴ്സിയിൽ ഇൻവോൾവ് അല്ലാത്ത ഉണ്ണി മുകുന്ദന്റെ സീക്രട്ട് ഏജന്റിനെ എയിം ചെയ്ത് സംസാരിക്കുന്ന പോലെയുള്ള വീഡിയോസ് ദിയ തന്റെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ഉണ്ണി മുകുന്ദനും സീക്രട്ട് ഏജന്റും തമ്മിലുള്ള ഇഷ്യൂ തന്റെ ഫേവറിൽ യൂസ് ചെയ്യുകയാണ് ദിയ. ഇതിനു മുന്നേ സ്വന്തം ബ്രാൻഡിനെതിരെ വന്ന വീഡിയോസിനെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായി കണക്കാക്കാതെ താനൊരു വലിയ സെലിബ്രിറ്റി ആണെന്നും തന്നെ യൂസ് ചെയ്ത ആൾക്കാർക്ക് കോണ്ടന്റും പൈസയും കിട്ടുന്നുവെങ്കിൽ കിട്ടട്ടെ എന്ന ആറ്റിറ്റ്യൂഡും അന്നും ഇന്നും എവിഡൻ്റ് ആണ്. പോരാത്തതിന് മുമ്പേ വന്ന ഒരു കോൺട്രവേഴ്സിയിൽ യൂട്യൂബേഴ്സിനെ ക്ലാസ് ഷെയ്മിങ്ങും ഇവർ ചെയ്തിരുന്നു. പക്ഷേ ദിയയും ഫാമിലിയും പോപ്പുലർ ആയത് ഈ സെയിം യൂട്യൂബ് കൊണ്ട് തന്നെയാണ്. അവരുടെ മെയിൻ ഏർണിങ്സും ഈ 6 ചാനൽസും തന്നെയാണ്. അതുപോലെ താൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരെ പറ്റി എന്തിന് ഇത്ര കാര്യമായി സ്റ്റോറി ഇട്ടു എന്നതും ഈസ് ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ദിയ ബോഡി ഷെയിം ചെയ്ത് കമന്റ് ഇട്ടിട്ടില്ലല്ലോ എന്ന്. ഇല്ല, ബട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അത്തരത്തിലുള്ള കമന്റ്സിന് റിപ്ലൈ ഇടുമ്പോൾ ഒരു പബ്ലിക് ഫിഗർ ആണെന്ന് സ്വയം പറയുന്നവർ ഇതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്വന്തമായി പ്രോഗ്രസീവ് മൈൻഡ് സെറ്റാണ് തനിക്കെന്ന് വാദിച്ചിട്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ റിഗ്രസീവായി പെരുമാറുന്നത് ഇസ് പ്യുവർ ഡബിൾ സ്റ്റാൻഡേർഡ്സ്. സ്വന്തമായി സെലിബ്രിറ്റി സ്റ്റാറ്റസും പ്രിവിലേജസും ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കൂടി ഏറ്റെടുക്കാൻ ക്യാപ്പബിൾ ആയിരിക്കണം. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ്സിലൂടെ ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ്, ഷെയർ, ആൻഡ് ഫോർ മോർ വീഡിയോസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് enable the bell button. Thank you.